നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വില 48 രൂപ വർദ്ധിപ്പിച്ചു. ഗാർഹിക സിലിണ്ടറുകൾക്ക് വില കൂട്ടിയിട്ടില്ല. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഷാളിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. പാലക്കാട് നടന്ന ചടങ്ങിൽ ഗാന്ധി ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിനിടെ നിലവിളക്കിൽ നിന്നാണ് തീ പടർന്നത്. ഉടൻ തന്നെ തീ കെടുത്തിയതിനാൽ അപകടം ഒഴിവായി. ദേശീയപാത ചാലക്കുടി കോടതി ജംഗ്ഷനിലെ അടിപ്പാതയിൽ ലോറിയിടിച്ച് ബൈക്ക് യാത്രികനായ മത്സ്യവിൽപ്പനക്കാരന് പരിക്കേറ്റു. പടിഞ്ഞാറെ ചാലക്കുടി ആശാരിപ്പറമ്പ് വീട്ടിൽ അലക്സാണ്ടറിനാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരിയിൽ സ്കൂട്ടർ സൈക്കിളിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. സൈക്കിൾ യാത്രികനായ മണലി സ്വദേശി ഇലവന്തറ വീട്ടിൽ ആനന്ദ്, ആര്യപ്പാടം സ്വദേശി തൈവളപ്പിൽ വീട്ടിൽ നിരഞ്ജൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ദേശമംഗലം തലശ്ശേരി സെന്ററിന് സമീപം സ്കൂട്ടറിടിച്ച് കാൽനട യാത്രികനായ വയോധികന് പരിക്കേറ്റു. തലശ്ശേരി സ്വദേശി മൂച്ചിക്കൽ വീട്ടിൽ അബൂബക്കറിനാണ് പരിക്കേറ്റത്. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയെ കാപ്പ പ്രകാരം കരുതൽ തടങ്കലിലാക്കി. നടത്തറ കാച്ചേരി സ്വദേശി പൊന്നോക്കാരൻ വീട്ടിൽ നെയ്മറിനെയാണ് വിയൂർ സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിലാക്കിയത്. സിപിഎം മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അനുസ്മരണം നടന്നു. സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി എം വർഗീസ് പതാക ഉയർത്തി. ലൈംഗിക പീഡന പരാതിയിൽ നടൻ നിവിൻ പോളിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. നിവിൻ നൽകിയ ഗൂഢാലോചന സംബന്ധിച്ച പരാതിയിലും മൊഴിയെടുത്തു. പൂജവെപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് ഒക്ടോബർ 11 അവധി നൽകും. 2 ദിവസം അടച്ചുപൂജ വരുന്നതിനാലാണ് അവധി നൽകാൻ തീരുമാനിച്ചത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഗണിതശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അന്തർദേശീയ സെമിനാർ സംഘടിപ്പിക്കും. ബുധനാഴ്ച രാവിലെ 10 ഗണിത ശാസ്ത്രജ്ഞൻ ഡോക്ടർ എ കൃഷ്ണമൂർത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വടൂക്കരയിൽ തോട്ടിൽ വീണ സഹോദരനെ രക്ഷപ്പെടുത്തിയ 5ാം ക്ലാസ് വിദ്യാർത്ഥി CS നഷ്വാനെ ആദരിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഫാദർ അജിത് ചിറ്റലപ്പള്ളി ആദരം നിർവഹിച്ചു. പൊലിമ പുതുക്കാട് പദ്ധതി 5ാം ഘട്ടം വിളവെടുപ്പ് പൂർത്തിയായി. പച്ചക്കറി കൃഷി വിളവെടുപ്പ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെറുതുരുത്തി പുതുശ്ശേരി ഒലിച്ചി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ദേശമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ധർണ മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ജെറിയാട്രിക് മെഡിസിൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ തോപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ തൃശൂർ ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾഡ് പേഴ്സൺ സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ചേതന മ്യൂസിക് അക്കാദമിയുടെ നേതൃത്വത്തിൽ തൃശൂർ റീജിയണൽ തിയേറ്ററിൽ ഈ മാസം 4, 5, 6 തീയതികളായി സംഗീത പരിപാടി സംഘടിപ്പിക്കും. മ്യൂസിക് ഒഫീലിയ 2 എന്ന പരിപാടി വെള്ളിയാഴ്ച വൈകിട്ട് സംഗീത സംവിധായകൻ ജെറി അമൽദേവ് ഉദ്ഘാടനം ചെയ്യും. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവ മൈതാനിയിൽ വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങാകാൻ NSS വിദ്യാർത്ഥികൾ പലഹാരക്കട നടത്തി. ഹയർ സെക്കൻഡറി വിഭാഗം NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ലഘു ഭക്ഷണശാല തയ്യാറാക്കിയത്. CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ 2ാം ചരമവാർഷിക അനുസ്മരണം നടന്നു. CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ യോഗം CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ ബധിര അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 67ാമത് രാജ്യാന്തര ബധിര ദിനം ആചരിച്ചു. ചെയർമാൻ S സന്തോഷ് കുമാർ പതാക ഉയർത്തി. സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 7050 രൂപയും പവന് 240 രൂപ കുറഞ്ഞ് 56,400 രൂപയുമായി. മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്നും നിയമ ബിരുദാനന്തര ബിരുദം പരീക്ഷയിൽ 2ാം റാങ്കും സിൽവർ മെഡലും നേടി പൂങ്കുന്നം സ്വദേശിനി ആദിത്യ ഉദയകുമാർ. കുത്താമ്പുള്ളി ഹാൻഡ്ലൂം സെന്റർ ഉടമ ഉദയകുമാറിന്റെയും പുറ്റേഗ്ര സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക നിർമ്മലാദേവിയുടെയും മകളാണ് ആദിത്യ. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ കേരള ലേബർ മൂവ്മെന്റ് സംഘടനയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. KLM തൃശൂർ രൂപത ഡയറക്ടർ ഫാദർ പോൾ മാളിയമ്മാവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വെങ്കടങ്ങ ഫാർമേഴ്സ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മണിശങ്കർ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു.
ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് പറപ്പൂർ പ്രവാസി അസോസിയേഷൻ തോളു ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലേക്ക് സ്റ്റീൽ ചെയറുകൾ കൈമാറി. പറപ്പൂർ പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് CT ഡേവിസിൽ നിന്നും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രീതി കസേരകൾ ഏറ്റുവാങ്ങി. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക കലാവേദി ഏർപ്പെടുത്തിയ മോഹൻ സുബ്രഹ്മണ്യൻ സ്മൃതി നാടക പുരസ്കാരത്തിന് നാടക പ്രവർത്തകൻ സുനിൽ G. വക്കത്ത് അർഹനായി. 10,000 രൂപയും പ്രശസ്തി പത്രവും സ്മൃതി ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 23ാമത് തൃശൂർ സ്കൌട്ട് ഗ്രൂപ്പിന്റെ 61ാം വാർഷികം നാളെ ആഘോഷിക്കും. വിദ്യാർത്ഥി കോർണറിൽ നടക്കുന്ന പ്രവൃത്തി പരിചയ മത്സരങ്ങൾ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്യും. RJD ജില്ലാ കമ്മിറ്റി നടത്തിയ മുൻ MLA അഡ്വക്കേറ്റ് MK പ്രേമനാഥ് അനുസ്മരണ സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറോലി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ മാണി അധ്യക്ഷത വഹിച്ചു. മഴുവഞ്ചേരി ഭാരതീയ വിദ്യാവിഹാർ സ്കൂളിൽ ഈ മാസം 3 മുതൽ 13 വരെ നവരാത്രി അക്ഷരോത്സവം സംഘടിപ്പിക്കും. വ്യാഴാഴ്ച വൈകിട്ട് വിദ്യാഭ്യാസ സമ്മേളനത്തോടെ അക്ഷരോത്സവം ആരംഭിക്കും. KPMS ജില്ലാതല നേതൃസംഗമം വ്യാഴാഴ്ച ടൗൺഹാളിൽ നടക്കും. രാവിലെ 10 നടക്കുന്ന സമ്മേളനം ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും. അഖില കേരള വിശ്വകർമ്മ മഹാസഭ കാര്യാട്ടുകര ശാഖയുടെയും കേരള വിശ്വകർമ്മ മഹിളാ സംഘം കാര്യാട്ടുകര ശാഖയുടെയും സംയുക്ത വാർഷിക സമ്മേളനം നടന്നു. മലബാർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ MK രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി ഐനിച്ചോട് ആസാദി നഗർ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ മിലാദ് നൈറ്റ് സംഘടിപ്പിച്ചു. ഷഹീർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ഏങ്ങണ്ടിയൂർ കൊള്ളീസ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. മുഖ്യ രക്ഷാധികാരി വിജയൻ കൊള്ളീസ് അധ്യക്ഷത വഹിച്ചു. വരന്തരപ്പള്ളി നന്ദിപുലം സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയതായി നിർമ്മിച്ച ഹെഡ് ഓഫീസ് മന്ദിരത്തിലെ ഉദ്ഘാടനം നാളെ നടക്കും. K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം നിർവഹിക്കും. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് നടക്കുന്ന ഉദയാസ്തമന പൂജകൾ ആരംഭിച്ചു. ഈ വർഷം 101 ഉദയാസ്തമന പൂജകളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. ജനുവരി 10-നാണ് വൈകുണ്ഠ ഏകാദശി. കടപ്പുറം അഞ്ചങ്ങാടി വളവ് ബ്ലാക്ക് കാറ്റേഴ്സ് ഫുട്ബോൾ ലീഗ് സീസൺ 2-ന് തുടക്കമായി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷിത ഫുട്ബോൾ ലീഗ് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ അഴീക്കോട് റേഷൻ കടയിലെ മസ്റ്റിംഗ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചയാൾ ഇപോസ് മിഷൻ നിലത്തെറിഞ്ഞ് തകർത്തു. മഞ്ഞളി പാലത്തിന് സമീപം മേഴ്സി ലൂയിസിന്റെ ലൈസൻസിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടയിലെ ഇപോസ് മെഷീനാണ് തകർത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട മഞ്ഞളിപ്പള്ളി സ്വദേശി കൈതവളപ്പിൽ രാജേഷിനെ അറസ്റ്റ് ചെയ്തു. ചന്ദ്രാപിനി പെരുമ്പടപ്പ് ശ്രീ തലാപുരം ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം ഈ മാസം 3 മുതൽ 13 വരെ ആഘോഷിക്കും. വൈകിട്ട് 6 മുതൽ നിറമാല, സമ്പൂർണ്ണ ചുറ്റുവിളക്ക്, പ്രത്യേക നവരാത്രി പൂജകൾ എന്നിവ നടക്കും. കേരള സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മിറ്റി വയോജന ദിനാചരണവും ആദരവും സംഘടിപ്പിച്ചു. TK മീരാബായി ഉദ്ഘാടനം ചെയ്തു. BSNL സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പെരിങ്ങാവ് BSNL സഞ്ചാർ ഭവനിൽ നടന്ന ക്യാമ്പ് BSNL സീനിയർ ജനറൽ മാനേജർ MS ഹരി ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടെ ജൽജീവൻ പദ്ധതിയുടെ മണ്ണ് ഉപയോഗിച്ച് CPM കോൺഗ്രസ് മെമ്പർമാരും നേതാക്കളും ചേർന്ന് വ്യാപകമായി വയലുകൾ നികത്തുകയാണെന്ന് BJP പഞ്ചായത്ത് മെമ്പർമാരായ MV ധനീഷ്, അഭിലാഷ് കടങ്ങോട് എന്നിവർ ആരോപിച്ചു. CPM കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ ശക്തമായ പ്രതിഷേധ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്ന് BJP. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സ്വച്ഛതാ ഹി സേവാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ശുചീകരണം നടത്തി. സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ AK ടോണി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ എന്റെ മലയാളം എന്ന പേരിൽ ചർച്ച സംഘടിപ്പിച്ചു. ചെറു സാഹിതിയിൽ നടന്ന ചർച്ച സാഹിത്യകാരൻ ഡോക്ടർ SK വസന്തൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ IMA ബ്ലഡ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ സന്നദ്ധ രക്തദാന ദിനാചരണം സംഘടിപ്പിച്ചു. വിമല കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബീന ജോസ് ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ കായിക താരങ്ങൾക്കുള്ള ജേഴ്സി വിതരണം ചെയ്തു. SMC ചെയർമാൻ MU മനാഫിൽ നിന്ന് വാർഡ് മെമ്പർ MK ജോസ്, പ്രധാന അധ്യാപികയായ KS സുജിനി, PTA പ്രസിഡന്റ് PT സുശാന്ത് എന്നിവർ ചേർന്ന് ജേഴ്സി ഏറ്റുവാങ്ങി. വേറിട്ട ചിന്തകളും പ്രവർത്തനങ്ങളുമായി സമൂഹത്തെ തൊട്ടുണർത്തിയ TN ജോയുടെ 6ാം ഓർമ്മ ദിനം നാളെ കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിക്കും. വൈകിട്ട് 4 നടക്കുന്ന പൊതുസമ്മേളനം B രാജീവൻ ഉദ്ഘാടനം ചെയ്യും. 19ാമത് സംസ്ഥാന സീനിയർ സെപക് താക്രോ ചാമ്പ്യൻഷിപ്പിന് തൃശൂരിൽ തുടക്കമായി.
ലീഗ് കം നോക്കൌട്ട് ഫോർമാറ്റിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ 14 ജില്ലാ ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നത്. ചാമ്പ്യൻഷിപ്പ് നാളെ സമാപിക്കും. എളവള്ളി പഞ്ചായത്തിലെ നെൽകർഷകർക്ക് സൌജന്യ നെൽവിത്ത് വിതരണം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിലെ മലയോര മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാകുന്നു. ഇഞ്ചക്കുണ്ടിൽ വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചെറുതുരുത്തി യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം നടന്നു. സമ്മേളനം AKPA വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് സുബിൻ ചെറുതുരുത്തി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വള്ളത്തോൾ നഗർ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. നാടക സംവിധായിക ശ്രീജ അറങ്ങോട്ടുകര വായനാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. കൊടകര മേളകലാ സംഗീത സമിതിയുടെ കീഴിൽ പുത്തുകാവ് ദേവീക്ഷേത്രത്തിൽ പഞ്ചാരി മേളത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം ഈ മാസം 6 നടക്കും. പെരുവരം കുട്ടന്മാരാർ അരങ്ങേറ്റ മേളം ഉദ്ഘാടനം ചെയ്യും. കൊടകര പഞ്ചായത്തിനെ ജില്ലയിലെ 2ാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. കൊടകര കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് പ്രഖ്യാപനം നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് വെങ്കിടങ്ങ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വയോജന ദിനാചരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ വയോജന ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. കൊടകര പൂന്നിലാർക്കാവ് ദേവീക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾ ഈ മാസം 3 മുതൽ 13 വരെ വിവിധ പരിപാടികളോടെ നടക്കും. വ്യാഴാഴ്ച വൈകിട്ട് നടക്കുന്ന നവരാത്രി നൃത്ത സംഗീതോത്സവം സീരിയൽ താരം ശിവാനി മേനോൻ ഉദ്ഘാടനം ചെയ്യും. കേരള കലാമണ്ഡലം കലാരംഗത്തെ സമ്പൂർണ്ണ സർവകലാശാലയായി മാറുമ്പോൾ ലോക സാംസ്കാരിക ടൂറിസം രംഗത്ത് വലിയ അനന്ത സാധ്യതയാണ് തുറക്കുകയെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. കലാമണ്ഡലത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ച് സാമ്പത്തികമായി സ്വയം പര്യാപ്തമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മണലു യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വയോജന ദിനം ആചരിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. വെളുത്തൂർ നമ്പൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി നൃത്ത സംഗീതോത്സവം ഒക്ടോബർ 3 ആരംഭിക്കും. 400-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കും. പറപ്പൂർ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വയോജന ദിനത്തോടനുബന്ധിച്ച് വിനോദയാത്ര സംഘടിപ്പിച്ചു. MLA-മാരായ മുരളി പെരുന്തല്ലി, സേവ്യർ ചിറ്റിലപ്പള്ളി, തൊള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VK രഘുനാഥൻ തുടങ്ങിയവർ ചേർന്ന് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. അന്തിക്കാട് ശ്രീ അയ്യപ്പ സേവാ സമിതി ഗാന്ധി ജയന്തി ദിനത്തിൽ അഖില കേരള ശാസ്താംപാട്ട് മഹോത്സവം സംഘടിപ്പിക്കും. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം മകരജ്യോതി സുവർണമുദ്ര പുരസ്കാരം ശാസ്താംപാട്ട് കലാകാരൻ ദിനേശൻ കൈനൂരിന് സമ്മാനിക്കും. അളഗപ്പ നഗർ പഞ്ചായത്തിന്റെയും തണൽ സംഘടനയുടെയും കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വയോജന സംഗമം നടത്തി. ആമ്പല്ലൂരിൽ നടന്ന വയോജന സംഗമം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പുറ്റേക്കര സ്കൂളിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഗോസായുടെ വാർഷിക സമ്മേളനം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസ്, ആരോഗ്യ കേരളം, തൃശൂർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വയോജന ദിനാചരണവും ജില്ലാതല ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും ചെയർമാൻ ഡേവിസ് ചിറമലച്ചന്റെ കിഡ്നി ദാനത്തിന്റെയും 15ാം വാർഷികം ആഘോഷിച്ചു. കൊച്ചി ലേക്ക് ഷോർ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ജോർജ് P. എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.